വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ സാംഖ്യയോഗത്തിലൂടെ നാം ജീവാത്മാവിനെക്കുറിച്ചുള്ള അറിവ് നേടി. എന്ന് വെച്ചാൽ പരമാത്മാവിൽ നിന്ന് ഓരോ ശരീരത്തിലും പ്രവേശിച്ച് പ്രാണനും അറിവും കഴിവും തന്ന് നമ്മെ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യം ജീവാത്മ ചൈതന്യം അല്ലെങ്കിൽ ദേഹി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ജീവാത്മ ചൈതന്യമാണ് നമുക്ക് എല്ലാ ശക്തികളും തരുന്നതെങ്കിൽ നമുക്കിനി ജീവാത്മ ചൈതന്യത്തിനെക്കുറിച്ചും നമ്മുടെ ശരീരത്തിനെക്കുറിച്ചും ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. ആത്മാവ് അജോ നിത്യശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ. അജനും നിത്യനും ശാശ്വതനുമായ പുരാണനുമായ ആത്മാവ് ഒരിക്കലും ശരീരം നശിക്കുമ്പോൾ നശിക്കുന്നില്ല. അതായത് എന്നെന്നും ഉള്ളവനാണ് ആത്മാവ്. അതേസമയം ശരീരത്തിനെക്കുറിച്ച് ഭഗവാൻ പറയുന്നത് വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. ജീവാത്മാവിനൊടുക്കാനുള്ള വസ്ത്രമായിട്ടാണ് ശരീരത്തിനെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണോ നാം വസ്ത്രങ്ങളെ ഉടുത്തത് മുഷിയുമ്പോൾ മാറ്റി വേറെ വസ്ത്രങ്ങൾ ഉടുക്കുന്നത്, അതുപോലെ ആത്മാവ് ശരീരത്തിനെ സ്വീകരിക്കുന്നു. ആവശ്യം കഴിയുമ്പോൾ അല്ലെങ്കിൽ ശരീരം ജീർണിക്കുമ്പോൾ അതിനെ കളഞ്ഞ് വേറൊരു ശരീരം സ്വീകരിച്ച് കർമ്മങ്ങളെ തുടരുന്നു. ഇതിൽ നിന്ന് നമുക്ക് ഒന്ന് മനസ്സിലായി, ശരീരം ത്യജിച്ചതുകൊണ്ട് ആത്മാവിന് ഒരു കുറവും വരുന്നില്ല. അത് ആത്മാവ് നിത്യസർവഗതസ്ഥാണു അചലോയം സനാതനഃ എന്നാണ് ഭഗവാൻ പറയുന്നത്. ആത്മാവ് നിത്യനും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനും സ്ഥാണുവും അചഞ്ചലനും എന്നെന്നുമുള്ളവനുമാണ് എന്ന് പറഞ്ഞു. ഇത്രയും മനസ്സിലാക്കിയതിൽ നിന്ന്, ആത്മാവിനെക്കുറിച്ചും ശരീരത്തിനെക്കുറിച്ചും മനസ്സിലാക്കിയതിൽ നിന്ന് നമുക്ക് നന്നായി ഒരു കാര്യം മനസ്സിലായി. നമ്മുടെ ആത്മാവാണ് നമ്മെ നിലനിർത്തുന്നത്. ആത്മാവിൻ്റെ ശ്രേഷ്ഠതയും ശരീരത്തിൻ്റെ വിലയില്ലായ്മയും നമുക്ക് നന്നായി മനസ്സിലായി. ഈ ആത്മശക്തിയാണ് നമ്മെ നിലനിർത്തുന്നത് എന്നുള്ള അറിവോടെ നമുക്കിനി കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ അറിവ്, ഈശ്വരശക്തി എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള അറിവ് നമുക്ക് അതിയായ ധൈര്യവും ആത്മവിശ്വാസവും തരും. എന്തുകൊണ്ടെന്നാൽ അർജുനനെ യുദ്ധക്കളത്തിൽ ഉപദേശിക്കാനും നയിക്കാനും ഭഗവാൻ കൂടെ ഉണ്ടായിരുന്നതുപോലെ നമുക്ക് നമ്മുടെ ജീവിതക്കളത്തിലെ ജീവിത ദുഃഖങ്ങളെ അറിഞ്ഞ് നമ്മെ ധാർമ്മികമായ പാതയിൽ ഉപദേശങ്ങൾ തന്ന് നയിക്കാൻ നമ്മുടെ കൂടെ ജീവാത്മശക്തി അല്ലെങ്കിൽ ഈശ്വരശക്തി ഉണ്ട്. ഈ ചൈതന്യം ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് ശരീരം പൂർണ്ണമായും കർമ്മ ശക്തിയുള്ളതാകുന്നത്. ഇനി ആത്മചൈതന്യത്തിനെ അറിയാനും അടുക്കാനും നമുക്ക് എങ്ങനെ സാധിക്കും? നമ്മുടെ മനോബുദ്ധികൾക്കൊന്നും ആത്മചൈതന്യത്തിനെ തിരിച്ചറിയാൻ സാധ്യമേ അല്ല. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങൾ പുറത്താണ്, എപ്പോഴും ലൗകിക വിഷയങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളുടെ പുറകെയാണ് എപ്പോഴും പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ആത്മചൈതന്യത്തിനെ അറിയണമെങ്കിൽ നമ്മുടെ കർമ്മങ്ങളെ ഈശ്വരാർപ്പണമായി ചെയ്യാൻ തുടങ്ങണം. അതായത് ഞാനല്ല കർമ്മം ചെയ്യുന്നത്, എന്നെക്കൊണ്ട് ഭഗവാൻ ഉള്ളിലിരുന്നു കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് എന്നുള്ള അറിവോടുകൂടി നമ്മൾ കർമ്മങ്ങളെ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാകാൻ തുടങ്ങും. പതുക്കെ പതുക്കെ ഈശ്വരനെ അറിയാനും അടുക്കാനുമുള്ള കഴിവ് നമ്മളിലുണ്ടാകും. അതാണ് ഭഗവാനിനെ കർമ്മയോഗം എന്നുള്ള ഉപദേശത്തിലൂടെ നമുക്ക്
പറഞ്ഞു തരുന്നത് നമുക്ക് കർമ്മയോഗം കേൾക്കാൻ തയ്യാറാകാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.